ഹലോ പവിത്രത്തിലെ വിക്രത്തിൻ്റെ വേദന ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേദയും വിക്രവും ഒരുമിച്ചൊക്കെ യാത്ര ചെയ്തിട്ട് കുറച്ച് ദിവസമായല്ലോ. അങ്ങനെ ഈ വർഗീസിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ജീപ്പ് എടുത്തുകൊണ്ട് ഒരു യാത്ര പോകാൻ കുറച്ച് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് സ്ഥലമൊക്കെ ചുറ്റിക്കടന്ന് കാണാം അങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വേദയും വിക്രം കൂടി ഈ വർഗീസിൻ്റെ വണ്ടി എടുത്ത് ചുറ്റി ഒക്കെ പോകുന്നുണ്ട്. ആ സ്ഥലമൊക്കെ നടന്ന് കാണുന്നുണ്ട്. പിന്നീട് അപ്പോഴും വിക്രത്തിൻ്റെ മനസ്സിൽ ആ സന്തോഷിൻ്റെയും ആ ഒരു കുട്ടിയുടെയും പെൺകുട്ടിയുടെയും മനേര് അദ്ദേഹത്തിൻ്റെയും കല്യാണം താനായിട്ടില്ലാണ്ടാക്കി ആ ഒരു വിഷമത്തിലാണ്. ലാസ്റ്റ് വേദ പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കല്യാണം നടത്തി കൊടുത്താലും ചിന്തിക്കുകയാണ്. അങ്ങനെ അച്ഛനെ കണ്ട് സംസാരിക്കുന്ന അച്ഛന് നല്ല കാര്യം അച്ഛൻ പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം വേർപെടുത്തിയ ഒരാൾ തന്നെ യോജിപ്പിക്കണം. അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു കർമ്മം ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ വിക്രത്തിന് മനസ്സിൽ തോന്നുകയാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടതെന്നും ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണോ അങ്ങനെയൊരു വിധി ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ വിക്രം ചിന്തിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗിവർഗീസും അച്ഛനും വിക്രം എല്ലാം കൂടി സന്തോഷിനെ കാണാൻ പോകുന്നു. മാനേജർ സന്തോഷിനെ കാണാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യമേ ഒന്നും സമ്മതിക്കുന്നില്ല. കാരണം ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനോ മാവനോ ആരോ ഏതോ ഒരു പാർട്ടി വലിയ നേതാവോ ഒരു ഇതിയുടെ കാര്യം പറയുന്നു, വലിയ പാർട്ടി. അപ്പോൾ അയാളാണ് ആളിനെ വിട്ടിട്ട് സന്തോഷിൻ്റെ കാലൊക്കെ തല്ലി ഒടിച്ച് ഈ ഒരു പരുവത്തിലാക്കിയെടുത്തത്. അപ്പോൾ ജീവിതം തന്നെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ടും എപ്പോഴും സന്തോഷം സ്നേഹം ഉണ്ടെങ്കിൽ കൂടി ഇനിയിപ്പോൾ അവർ ഇടപെട്ട് ഇനിയിപ്പോൾ അതുകൂടി മറ്റൊരു പ്രശ്നമാക്കി തീർക്കേണ്ട എന്ന രീതിയിൽ സന്തോഷം അങ്ങ് മാറിയിരിക്കുകയാണ്. അപ്പോൾ വിക്രവും വേദയും വേദ പറയുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ അതിന് തന്നെയായിരിക്കും ഇവിടെ വന്നത് എന്നെനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മൾ തമ്മിൽ ഒന്നിച്ചു ആ ഒരു അമ്പലത്തിൽ വെച്ച് ആ ഒരു സമയത്ത് അങ്ങനൊരു ഇത് കൂടി പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു മുഹൂർത്തത്തിൽ ഒന്നിക്കുന്നവർ ഒരിക്കലും വേർപിരിയില്ല എന്ന്. അതുപോലെ നമ്മൾ തമ്മിൽ ഒന്നിച്ചു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ട് കൂടി നമ്മളിപ്പോൾ ഒരുമിച്ചു. അതുപോലെ തന്നെ സന്തോഷം ആ കുട്ടിയും തമ്മിൽ വിവാഹം മുടക്കിയെങ്കിൽ കൂടി ആ കുട്ടിയും മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ സന്തോഷം മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ ഒന്നിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതിനൊരു നിമിത്തമാവാൻ നമ്മളും ആ ഒരു കണക്കൂട്ടലിലാണ് വേദയും വിക്രവും. അങ്ങനെ സന്തോഷിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അച്ഛനും ഗിവർഗീസ് പറയുന്നുണ്ട്, എന്താ പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം ചെയ്തോളാം എന്ന്. ഒരു പരോപകാരിയായിട്ടാണ് ഗിവർഗീസിനെ കാണിക്കുന്നത്. ആർക്കും ഉപകാരങ്ങൾ മാത്രമേ ചെയ്തു കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഗിവർഗീസും പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം, ഇത് സഹായവും ചെയ്യാം. ഇത് ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പോയി ആ ഒരു കണ്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള പരിപാടിയാണ്. വിക്രം പറയുന്നുണ്ട് അതൊന്നും സന്തോഷ് അറിയണ്ട, അത് പോയി ഞങ്ങൾ പോയി സംസാരിച്ചെല്ലാം ചെയ്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ സന്തോഷ് ഇരുവതും സമ്മതിക്കുന്നുണ്ട്. ഇതിനിടയിൽ മാഷിനോട് എന്ന് കമല ചോദിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് വേദയെക്കുറിച്ച് വിവരമില്ല, എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മാഷ് പറയുന്നു, ഒരു കാരണവശാലും നീ പേടിക്കണ്ട, വേദയോടൊപ്പം വലിയ വിക്രം പോയിരിക്കുന്ന ഒരു പ്രശ്നവും വരാതെ അവൾ നോക്കിക്കൊള്ളും, അതിന് നിനക്ക് 100% വിശ്വസിക്കാം, അവനൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടാവും, അവരെത്തും, ഒരാപത്തുമില്ല, തിരിച്ചും എത്തും എന്ന് തന്നെ മാഷ് കമലയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ശ്രീലക്ഷ്മിയുടെയും ആ ഒരു സന്തോഷിൻ്റെയും കല്യാണം നടത്താനുള്ള പരിപാടിയാണ്. ഈ ഒരു വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. ഉറപ്പായിട്ടും പുതിയ ഒരു കുഞ്ഞു ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കല്. അപ്പോൾ നല്ല കിടിലൻ എപ്പിസോഡ് രംഗങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ പവിത്രത്തിൽ വരാനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.